ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് തീറ്റയ്ക്ക് ആവശ്യ സാധനങ്ങൾ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ തീറ്റയ്ക്ക് ആവശ്യമുള്ളത്. ഇത് നമ്മുടെ ചോറ്, നന്നായി വേവിച്ചെടുത്തുള്ള ചോറ് കേട്ടോ. പിന്നെ ബിസ്ക്കറ്റ്, ഇത് അരിത്തോടാട്ടോ, അരിത്തോട്. ഇത് പല്ലറ്റ്, കാലിത്തീറ്റ, പശുവിനെ കൊടുക്കല്, അത് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഗോതമ്പ് പൊടി, മൈദ, ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ തീറ്റ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ അരിത്തവിടിൽ ഇതിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചോറുണ്ടാൽ മതി. ചോറ് നോക്കിയാൽ ഇതിൽ മിക്സ് ചെയ്യാൻ ചെയ്യുന്നത് കേട്ടോ. ചോറ് ഇങ്ങനെ ഇതിലിട്ടിട്ട് നന്നായി ഉടച്ചെടുക്കുക. നന്നായി വേവിച്ചെടുത്തിട്ടുള്ള കേട്ടോ. നന്നായി വേവിക്കുന്ന പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വേവിച്ചെടുത്തുള്ള ചോറ തൊടുമ്പത്തിനും ഉടഞ്ഞു പോകും. ഈ ചോറ് തീറ്റ ചേർക്കുന്നത് അടിപൊളി കേട്ടോ. നല്ല റിസൾട്ട്. മീൻ നന്നായി തീറ്റ എടുക്കുന്നുണ്ട്. ഈ ചോറ് ചേർക്കുമ്പോൾ കരിമീൻ, റോഹു, കട്ട്ള എല്ലാ മീനും കിട്ടും എടുക്കുന്നത്. ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ബിസ്ക്കറ്റ് ഇതിന്ന് ഇവനിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ് പല്ലറ്റ് ചേർക്കണ്ട കേട്ടോ. നനച്ച് വെച്ച് കുതിർത്ത് വെച്ചിട്ടുള്ളേ പല്ലറ്റ്, കാലിത്തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടായി കിട്ടാൻ വേണ്ടിയിട്ടേ ഉക്കുമിടുമ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് പൊടി. അത് ചേർത്ത് കൊടുക്കും. ഇനി നമ്മുടെ മൈദയും കൂടിയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നോക്കിയാൽ തീറ്റ നോക്കിയത് ഇങ്ങനെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയുള്ളൂ കേട്ടോ. സൂപ്പർ തീറ്റ, അടിപൊളി തീറ്റ, അടിപൊളി തീറ്റ കേട്ടോ. എല്ലാ മീനുകളും കിട്ടും ഈ തീറ്റയിൽ. ഫ്രണ്ട്സ്, ഇന്നത്തെ മീൻ പെടുന്ന ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ. ഭാര്യ കൂടി ഉണ്ടായിരുന്നു. ഭാര്യ അവൾക്ക് ചൂടാൻ വരണമെന്ന് പറഞ്ഞു. അവളുണ്ട്. അവളിപ്പോൾ റോഡിൽ ചൂടുണ്ട് കേട്ടോ.
അവിടെ നിക്ക ചാടി പോവാ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നിർത്തിയിടാ മീൻ പിടുത്തം നിർത്തി. നമ്മളെന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷമായിട്ടാണ് മീൻ ചൂണ്ടാവുന്നത്. അത് കാരണം വലിയ കാര്യമായിട്ട് മീൻ കിട്ടലുണ്ടായിരുന്നില്ല. കുറച്ച് നാൾ വരുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നാളെന്ന് പറഞ്ഞാൽ നല്ലൊരു ദിവസമായി. പിന്നെ അടുപ്പിച്ച് കുറച്ച് ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടും. വെള്ളമായിണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ കേട്ടോ, ഇതാണ് നമുക്ക് കിട്ടിയത്. ഒരു മഞ്ഞേട്ടുണ്ട്, പിന്നെ പരലുകൾ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തിയിട്ടാ. എന്താ പറയുക, നമുക്ക് വലിയ കാര്യമായിട്ട് മീൻ കിട്ടില്ല. കുറേ നാളായിട്ട് നമ്മൾ വരുന്നുണ്ടായിരുന്നില്ല ചേട്ടാ. അതിൻ്റെ ഉണ്ട് 2-3 ദിവസം അടുപ്പിച്ച് മീൻ ചൂണ്ടാൻ വന്നാലേ നമുക്ക് മീൻ കിട്ടുള്ളൂ. തീരെ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.